ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നബിദിനാശംസകൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നബിദിനും ഉണ്ട്, പിന്നെ അതേമാതിരി ചെറിയ വിശേഷങ്ങളും പിന്നെ ഒരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഹൈവേയിലാണ്. അപ്പോൾ ഹൈവേയിലായതുകൊണ്ട് ഒരു 3-4 നബിദിന റാലിയെങ്കിലും പോകും കേട്ടോ. പക്ഷേ അവരൊന്നും ദഫ് മുട്ടൊന്നും അവിടെ തന്നെ വെച്ചിട്ടല്ല നടത്തുക. ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ മദ്രസയുടെ മുന്നിൽ വെച്ചിട്ടൊക്കെയാണ് നടത്തൽ. നമുക്കിതിങ്ങനെ പോണത് മാത്രം കാണാൻ ചിലപ്പോൾ കൊട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊട്ടൂല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ പോകാനേ പറ്റില്ല കേട്ടോ. കാണാൻ പറ്റില്ല. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല മഴയായിരുന്നു. കാലാവസ്ഥ കണ്ടാൽ മനസ്സിലാവും. മഴ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ പാരില്ല പറഞ്ഞു, അപ്പോൾ പിന്നെ ഞാൻ പോയില്ല. പിന്നെ ഉമ്മ പോകാമെന്ന് ഒരുങ്ങിയപ്പോഴത്തേനും നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇത് ഞങ്ങളുടെ മദ്രസൻ്റെ കേട്ടോ, ഇത് ഞങ്ങൾ പഠിക്കുന്ന മദ്രസത്തെയാണ്. എല്ലാ നബിദിന റാലിയും അവരുടെ മാക്സിമം അടിപൊളിയായിട്ട് നടത്തി. കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തത്, കുറച്ചും കൂടി ലെങ്ത്തുള്ള റാലിയായിട്ട് തോന്നിയത് പുതുമന കുളമ്പത്തെയാണ്. അവർ 3 ദഫ് ടീമുണ്ട്. അത് പൂർവ്വ വിദ്യാർത്ഥികളും അങ്ങനെ ചെറിയ കുട്ടികളും വലിയ കുട്ടികളൊക്കെ പാടെ കൂടി ഉണ്ട്. ഇത് ഞങ്ങളുടെ ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോ, ആൻഡ് പിന്നീട് കുറച്ച് വലിയ കുട്ടികളുടെ പിന്നെയാണ് കേട്ടോ ദഫ്. 2 തരമുണ്ട് തോന്നുന്നു. എനിക്ക് 2 തരമുണ്ട് കേട്ടോ. നിങ്ങൾ നബിദിനോ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേന്നും കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിതിന് മുന്നേ കുറച്ച് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ ലോങ് വീഡിയോസിലൊക്കെ ഞങ്ങളെ വീടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. ഞങ്ങളെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പഴയ വീടിനെ നമുക്ക് പുതിയ വീട് മാതിരി അത് ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ന്യൂ ജനറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയ വീട് മാതിരി അതിനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ വർക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളൊരു വർക്കറാണ്. അവരുടെ വീടിനെ ക്ലിയർ ചെയ്തതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ അവർ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അവരെല്ലാ ഭാഗത്തും ചെന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇന്നത്തെ നബിദിനം മഴയിലായിരുന്നു. ചിലയിടത്തൊക്കെ നാളെയാണ് നബിദിനം, പക്ഷേ ഇതിപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച തന്നെ കാണാം. വെള്ളിയാഴ്ച കുറച്ചും കൂടി നല്ല ദിനമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ദിവസം തന്നെ നബിദിനം ആക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ആസക്ക് സൂചി വെക്കാൻ പോയിരുന്നു. അവൻ്റെ 1.5 വയസ്സത്തെ സൂചി 1 വയസ്സും 8 മാസവുമായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെക്കണതിന് മുന്നും ശേഷം അവനക്ക് ഭയങ്കരമായിട്ട് അവനൊരുമാതിരി അപ്സെറ്റായിരുന്നു. അപ്പോൾ അവനെ നോക്കിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അനിയനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവന് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഹാദൂനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവനക്കും ഉണ്ടായിരുന്നു 5 വയസ്സത്തെ സൂചി. അപ്പോൾ ഞങ്ങളുടെ അവിടെ ആശുപത്രിപ്പടി എന്നാണ് പറയുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഒന്നുകൂടി ചില്ലാവാൻ വേണ്ടിയിട്ട് പാർക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഇത് ഒരു ഫസ്റ്റ് ടൈമാണ്. അവൻ ഇങ്ങനൊന്നും പാർക്കൊന്നും കണ്ടിട്ടില്ല. അവനക്ക് ഈ പാർക്ക് എന്നൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും പിന്നീടൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അവനക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് വണ്ടർ അടിച്ച് നിൽക്കുന്ന മാതിരിയായിരുന്നു അവൻ അവിടെ ഉണ്ടായിരുന്നത്. ഒരു എന്തെങ്കിലുമൊക്കെ കയറണം, എന്തിലൊക്കെ പോകണം എന്നൊന്നും അറിയില്ല.
അങ്ങനെ സൂചിയൊക്കെ വെച്ച് വന്ന് പിന്നെ ആ ഒരു രാത്രി മുഴുവനും ആ കരച്ചിലും ഇടയ്ക്കിട്ട് നീക്കലും കയ്യും കാലും നിലത്ത് കുത്താൻ പറ്റാണ്ട് 2 സൂചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യുമ്മലും വെച്ചിരുന്നു കാലുമ്മലും വെച്ചിരുന്നു. അപ്പോൾ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. ഹാദുവിനാണെങ്കിലോ ഇപ്പോഴും അവൻ്റെ കൈയൊന്നും നേരായിട്ടില്ല. അവൻ അലക്കണമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ തൊടുമ്പോൾ അവനക്ക് നല്ല രീതിക്കുള്ള പെയിന് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാർക്ക് കുറച്ച് കാലമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട് തന്നെ. അത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളതിലൊന്നും ഇതായിട്ടുണ്ടായിരുന്നില്ല. ഇവൻക്ക് എല്ലാം അവിടെ ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു. ആകെ ഒഴിവുള്ളത് ഊഞ്ഞാലിലും അതേമാതിരി ഇങ്ങനത്തെ ഇതിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നൊരിതുണ്ട്, അതിലൊക്കെ കുട്ടികൾ ഫില്ലായിരുന്നു. പക്ഷേ ചെറിയ കുട്ടികളൊന്നും അതിൽ കയറ്റാൻ പറ്റില്ല, കാരണം അതിൽ ഫുള്ള് കുറച്ചുകൂടി വലിയ കുട്ടികൾ. അവർ ചാടുമ്പോൾ ഇവർ വീഴും പിന്നെ ചവിട്ടും. അപ്പോൾ അതുകൊണ്ടൊന്നും അവൻ അതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവനക്ക് അൽത്താഫ് കാട്ടിയ മാതിരി അവനക്കും ഇതിൽ പിടിച്ചിട്ട് അങ്ങനെ നടന്ന് പോകണമെന്ന് ഒരിതുണ്ട് കേട്ടോ. പക്ഷെ അവനക്കത് റെഡി ആവുന്നില്ല. അവൻ്റെ കൈ അങ്ങനെ ആക്കുമ്പോൾ അവനക്കത് വേദന എടുക്കുന്നുണ്ട്. സോ അവനത് അത്രക്കൊന്നും അതിലൊന്നും കയറാൻ അവനത് കാട്ടില്ല. ലാസ്റ്റ് അവനെ ഊഞ്ഞാലിൽ ചെങ്ങനെ ആട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇനി വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അതിനുള്ള ഉത്തരം ചിലപ്പോൾ കമൻറ്റിലൂടെ ആയിട്ട് തന്നെ ഞാൻ റിപ്ലൈ തരും, അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ട് അതിനായിട്ടുള്ളൊരു അങ്ങനെ റിപ്ലൈ തരും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവനക്ക് ഇങ്ങനെ അൽത്താഫിനെ വേണം. അവനക്ക് അൽത്താഫിൻ്റെ ഒരു പ്രസൻറ്റ് അവനക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ എന്തുണ്ടെങ്കിലും അൽത്താഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഓക്കെയാണ്, അവൻ്റെ കരച്ചിലപ്പം നിൽക്കും. സോ അങ്ങനെയാണ് സംഭവങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഓണം സെലിബ്രേഷൻ്റെ ചെറിയ വീഡിയോ കൂടി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ കാടാമ്പുഴ, വളാഞ്ചേരിയിൽ കാടാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രസവ സുരക്ഷ ആ ഒരു സോണിനാണ്. അപ്പോൾ അത് അവരുടെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ വീഡിയോസ് ഞാൻ പല തവണയായിട്ട് ഞങ്ങളുടെ വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓണം സെലിബ്രേഷനാണ് കേട്ടോ ഇത്. അടിപൊളിയാണ് അവരുടെ എല്ലാതും, അവരുടെ വർക്കും അതേമാതിരി അവരുടെ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ അടിപൊളിയാണ്. നല്ല ഡോക്ടേഴ്സാണ്, നല്ല സ്റ്റാഫ്സാണ്, എല്ലാവരും അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് അവരായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ അടിയിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതൊക്കെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. നിങ്ങളതിൽ വിളിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.